ഹലോ കൂട്ടുകാരെ, അപ്പോൾ കുറച്ച് ദിവസമായ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇടാനായിട്ട് ഒരുപാട് താമസിച്ചു. അപ്പോൾ വിഷ്ണുചേട്ടൻ വന്ന സമയത്തുള്ള വീഡിയോയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പളനിപ്പോക്കും കാര്യമൊക്കെ ആയി പിന്നെ തിരക്കായി പോയതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പം നമ്മൾ പന്തളത്തേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബേക്കറിയിലോട്ട് കയറിയത്. അപ്പോൾ ഭയങ്കര ചൂട് സമയമാണല്ലോ, ഉച്ച സമയത്ത് നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. അപ്പം നമ്മൾ പല കാര്യങ്ങൾക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു, തളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു ബേക്കറിയിലോട്ട് കയറിയത്. അങ്ങനെ പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഒരു ഷാർജയ്ക്കും അതുകൂട്ട് തന്നെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസിനും കൂടെ പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ വിഷുചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കൂടെ മേടിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു കട്ട്ലൈറ്റ് മേടിച്ചു കേട്ടോ. അങ്ങനെ പപ്സ് വിഷുചേട്ടൻ കഴിച്ചു, ഒരു കട്ട്ലൈറ്റ് മേടിച്ചിട്ട് ഞാനത് കഴിച്ചു. അപ്പോൾ എനിക്ക് അതും കഴിച്ചപ്പോൾ എനിക്കങ്ങ് നല്ല രീതിയിൽ വിശക്കുകയും വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നതുമില്ല. പിന്നെ ലാസ്റ്റ് നോക്കിയിരുന്ന് ഓർഡർ ചെയ്തത് വന്നു കേട്ടോ. അപ്പോൾ വിശ്വചേട്ടൻ്റെ ഞാൻ ആക്രാന്തപ്പെട്ട് ആ ഷാർജ എടുത്ത് കുടിക്കുകയാണ്. എല്ലാം കുടിച്ച് നോക്കിയിട്ടാണ് വിശ്വചേട്ടന് ഞാൻ കൊടുത്തത്. പാവം വിശ്വചേട്ടൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി അന്നേരവും ഷാർജ പറഞ്ഞാൽ മതിയായിരുന്നെന്നുള്ളത്. പിന്നെ അങ്ങനെ നമ്മളൊരു കിണ്ണത്തപ്പം മേടിച്ചു കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി ഇത്രയും സത്യം പറഞ്ഞാൽ സോഫ്റ്റായിട്ട് ഇരിക്കത്തില്ല. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പമായിരുന്നു. പിന്നെ കുഞ്ഞാപ്പിക്ക് കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ നേരെ മീൻ കടയിലോട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ചൂര മീൻ മേടിച്ചു. അങ്ങനെ ചൂര മീനെല്ലാം നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ നമുക്ക് വെട്ടിയെല്ലാം വൃത്തിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ വെട്ടിത്തരും, ചിലയിടത്ത് നമുക്കങ്ങനെ വെട്ടി തരാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം മേടിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ വിഷ്ണുചേട്ടൻ പിന്നെ നേരെ തൊട്ടപ്പുറത്ത് ഒരു ലോട്ടറി കട ഉണ്ടായിരുന്നു, അവിടേക്ക് പോയി അങ്ങനെ ലോട്ടറിയൊക്കെ എടുത്തു. അപ്പം ഞാനിങ്ങനെ ഓരോ മീനിൻ്റെ പേരൊക്കെ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പിന്നെ മീനൊക്കെ തന്ന് അങ്ങനെ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിലോട്ട് കയറി. അപ്പോൾ തന്നെ ഒരു മഴക്കോളിൻ്റെ ഒരു ലക്ഷണവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചേക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ ഈ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ വെക്കാനായിട്ടുള്ളത്. അപ്പം നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, അടുത്തൊരു വീഡിയോ കാണാം.